ഗോവിന്ദ ഗോവിന്ദ. നമഃ പാർവതീപതയേ ഹര ഹര മഹാദേവ. ഓം ദക്ഷ ശ്രീ ഗുരുഭ്യോ നമസ്തേ. ശ്രീ മഹാദേവന്റെ സന്നിധിയിൽ വെച്ച് നിങ്ങൾ ഓരോരുത്തരെയും കാണാൻ സാധിച്ചുള്ള സന്തോഷം ആദ്യം തന്നെ അറിയിക്കുന്നു. വിഷയം പ്രത്യേകിച്ചൊന്നും നോട്ടീസിൽ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ശിവതത്വം എന്നുള്ളത് ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് കുറച്ച് ചർച്ച ചെയ്യാം. സവിസ്തരം ചർച്ച ചെയ്യണില്ല, ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ചർച്ച ചെയ്യാം. അതിലേക്ക് കടക്കുന്നതിന് മുന്നേ ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം, ഇവിടെ ദീപം തെളിച്ചപ്പോൾ, ദീപപ്രോജ്വലനം നടത്തിയപ്പോൾ എല്ലാവരും ഒരേ സ്വരത്തിൽ കലിസന്തരണ മന്ത്രം ജപിക്കുന്നത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം പൊതുവേ നാമം ജപിക്കുക എന്നുള്ളത് ഇന്നത്തെ കാലത്ത് നമുക്ക് ഏറെ മടിയുള്ളൊരു കാര്യമായിട്ട് മാറി. നമ്മുടെയൊക്കെ മനസ്സിൽ അടിസ്ഥാനപരമായിട്ട് ഉണ്ടാകുന്ന ചോദ്യം, ആ സമയത്ത് നാമം ജപിക്കുമ്പോൾ ഉണ്ടാകുന്ന ചോദ്യം, ഇന്നത്തെ കാലത്ത് ഞാൻ ഉറക്കെ നാമം ജപിച്ചാൽ അടുത്തുള്ളവൻ എന്താ വിചാരിക്കുക? ഇതാണ് നമ്മുടെ മനസ്സിലുള്ള ചോദ്യം. അതുകൊണ്ട് നമ്മൾ ആരും എന്ത് ചെയ്യുന്നില്ല, ഉറക്കെ നാമം ജപിക്കില്ല. ഇനി മനസ്സിൽ ജപിക്കാൻ വിചാരിച്ചാൽ അതിനൊട്ട് നമുക്ക് സമയമില്ല. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. എപ്പോഴാണോ നമ്മൾ ലജ്ജ കൈവിട്ട് ഉറക്കെ നാമം ജപിക്കുന്നത്, അവിടെ മാത്രമേ നമ്മൾ ആ ശിവനോട് അടുത്ത് തുടങ്ങും. ആദ്യത്തെ പടി നമ്മൾ കയറി തുടങ്ങണമെങ്കിൽ ആ നാമം നമ്മൾ ജപിച്ചു തുടങ്ങണം. ലജ്ജയില്ലാണ്ട് ഉറക്കെ നമ്മൾ നാമം ജപിക്കണം. ആ നാമജപം ഇന്ന് കേൾക്കാൻ സാധിച്ചത് ഏറെ സന്തോഷമുണ്ട്. ആ സന്തോഷത്തിൽ നിന്നുകൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഭഗവാൻ നമ്മൾ ഓരോരുത്തരെയും, കേൾക്കണവരെയും എല്ലാവരെയും ആ ശ്രീപരമേശ്വരനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് വിഷയത്തിലേക്ക് കടക്കാം. ഈ ശിവതത്വം ശിവപുരാണത്തിൽ കൈലാസ സംഹിതയിൽ 16-ാമത്തെ അധ്യായത്തിൽ സവിസ്തരം ചർച്ച ചെയ്യപ്പെടുന്നൊരു ഭാഗമാണ്. മുന്നോടിയായിട്ട് പറയുകയാണ്. എവിടത്തേക്കാണ് നമ്മൾ കടക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് മാത്രം പറയുന്നേ ഉള്ളൂ. ഇപ്പോൾ കൈലാസ സംഹിതയിൽ 16-ാമത്തെ അധ്യായത്തിൽ സാക്ഷാൽ സുബ്രഹ്മണ്യ സ്വാമിയാണ് വാമദേവന് ഈ ശിവതത്വം പറഞ്ഞു കൊടുക്കുന്നത്. ശ്രീപരമേശ്വരന്റെ തത്വം സവിസ്തരം പറയുന്നത്, ചുരുക്കിയിട്ടൊന്നുമല്ല, സവിസ്തരം പറയുന്ന ഭാഗമാണ്. ഉപനിഷത്തുകളിലെയും വേദത്തിലെയും അതുപോലെ തന്നെ ശിവാഗമങ്ങളിലെയും തത്വങ്ങളെ മുഴുവൻ നമുക്ക് മുന്നിലേക്ക് വയ്ക്കുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ നമ്മൾ ആലോചിക്കുക എത്രത്തോളം വിസ്താരമുള്ളതാണ്, എത്രത്തോളം വിസ്തൃതമായിരിക്കും ആ ഭാഗം എന്നുള്ളത്. അപ്പം അതിൻ്റെ ഒരു അംശം ഇന്ന് ചർച്ച ചെയ്യാം. തുടങ്ങുന്നത് ഇങ്ങനെയാണ്. സൂത ഋഷി മറ്റുള്ള ഋഷിമാരോടായിട്ട് പറയുകയാണ്, അല്ലയോ ഋഷിമാരെ, വാമദേവൻ എന്ന പേരായിട്ടുള്ള ഒരു മഹാഋഷി ഭഗവാന്റെ തത്വങ്ങൾ, ഭഗവാന്റെ ഉപാസനാവിധികളൊക്കെ കേട്ടതിന് ശേഷം അദ്ദേഹം പ്രഭുവിനോടായിട്ട് ചോദിച്ചു. എന്താ ചോദിക്കുന്നത്? സുബ്രഹ്മണ്യ സ്വാമിയാണ് അവിടെ പ്രഭു, ഗുരുവായിട്ടിരിക്കുന്ന ആൾ, സ്വാമിനാഥനാണ്, പ്രപഞ്ചത്തിന്റെ ഗുരുവാണ്. ആ ഗുരു നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് വാമദേവൻ ഉപയോഗിക്കണം. നമ്മൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്, ഈ ആചാര്യന്മാർക്ക് മാത്രം വേണ്ടിയിട്ട് പറഞ്ഞു കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണ്. അല്ല, ഈ പ്രപഞ്ച ഗുരുക്കന്മാര് നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കണം. അപ്പൊ ആ കാര്യങ്ങൾ നമ്മൾ ഗ്രഹിക്കുക. എന്നിട്ട് പറഞ്ഞു, വാമദേവൻ സുബ്രഹ്മണ്യ സ്വാമിയോടായിട്ട് പറയാണ്, അല്ലയോ ഭഗവാനെ, അങ്ങയിൽ നിന്ന് ശ്രീപരമേശ്വരന്റെ തത്വങ്ങൾ കേട്ടപ്പോൾ എൻ്റെ ജീവിതം പുണ്യമായി. ഇതിനപ്പുറത്തേക്കൊരു പുണ്യം ഇനി നേടാനില്ല. ജീവിതം സാർത്ഥകമായി. അങ്ങ് പരബ്രഹ്മത്തിന്റെ തത്വം പറഞ്ഞു തന്നു, പ്രപഞ്ചോത്പത്തി പറഞ്ഞു തന്നു, ഭഗവാന്റെ ലീലാവിലാസങ്ങളൊക്കെ പറഞ്ഞു തന്നു. പക്ഷേ ഒരു സംശയം കൂടി ബാക്കിയുണ്ട്, മനസ്സിൽ ഒരു സംശയം കൂടി ബാക്കിയുണ്ട്. എന്താ സംശയം? ആ സദാശിവനിൽ തുടങ്ങി പഞ്ചഭൂതങ്ങൾ വരെ സവിസ്തരമായിട്ട് കിടക്കുന്ന ഈ പ്രപഞ്ചം, ശൈവത്തിൽ പറയുന്നതാണ്, സദാശിവനിൽ തുടങ്ങിയിട്ട് പഞ്ചഭൂതങ്ങൾ വരെ നീണ്ടു നിൽക്കുന്ന 36 തത്വങ്ങൾ, അതിൻ്റെ തൊട്ട് മുകളിൽ ശിവൻ, ശക്തി എന്നിങ്ങനെ 36 തത്വങ്ങൾ തത്വസന്തോഹത്തിൽ പറയുന്നതാണ്. അങ്ങനെ സവിസ്തരമായിട്ട് കിടക്കുന്ന ഈ പ്രപഞ്ചത്തെ ചലിപ്പിക്കണ ആള്, ആ ചൈതന്യം, അത് സ്ത്രീയാണോ അല്ലെങ്കിൽ പുരുഷനാണോ? ഇനി ഇത് രണ്ടുമല്ലാത്ത മറ്റേതെങ്കിലും ഒരു രൂപഭേദമാണോ?
എന്താ ചോദ്യം? അല്ലയോ ഭഗവാനെ, സദാശിവൻ തൊട്ട് പഞ്ചഭൂതങ്ങൾ വരെ സവിസ്തരമായിട്ട് കിടക്കുന്ന ഈ പ്രപഞ്ചത്തെ ചലിപ്പിക്കണ ആള്, ഇതിനൊക്കെ ചലിപ്പിക്കണ ആള്, അത് സ്ത്രീയാണോ പുരുഷനാണോ അല്ലെങ്കിൽ ഇതൊന്നുമല്ലാത്ത മൂന്നാമതൊരു രൂപഭേദമാണോ? ഇതാണ് ചോദ്യം. ഇത് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അങ്ങയുടെ നാവിൽ നിന്ന് ഈ അറിവ് ലഭിച്ചാൽ കൊള്ളാമെന്ന് എൻ്റെ മനസ്സിലുണ്ട്, ഒന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. അപ്പോൾ സുബ്രഹ്മണ്യ സ്വാമി അദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കുന്നതാണത് ശിവതത്വം. ഈ ചോദ്യത്തിന് ബ്രഹ്മം അതിൻ്റെ ലിംഗം ഏതാണ്, അതിൻ്റെ രൂപം സ്ത്രീയാണോ പുരുഷനാണോ അല്ല മൂന്നാമതൊരു ഭേദമാണോ എന്ന് ആ ചോദ്യത്തിന് കൊടുക്കുന്ന ഉത്തരാണത് ശിവതത്വം. ഒറ്റ ചോദ്യത്തിന് കൊടുക്കുന്ന ഉത്തരം. അവിടുന്നാണ് ബാക്കി പ്രപഞ്ച തത്വമൊക്കെ അദ്ദേഹം മെല്ലെ ഇതള് വിരിക്കുന്നത്. ഒരു പത്മം പോലെ അതള് വിരിക്കണം, വളരെ മനോഹരമായിട്ട്. ഒരു പത്മത്തിൽ ഒരു താമരയുടെ അതൾ ഇങ്ങനെ വിരിച്ച് 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 പോണത് മാതിരി പ്രപഞ്ച തത്വം ഇങ്ങനെ ഇതള് വിരിക്കണം. ആ ശിവനിൽ തുടങ്ങി ശക്തിയിലൂടെ പഞ്ചഭൂതങ്ങൾ വരെ ഇതള് വിരിക്കണം. ഈ ഇതള് വിരിക്കുന്നതിനെയാണ് നമ്മൾ ശ്രീചക്രം എന്ന് പറയുന്നത്. അതിനാണ് ശ്രീചക്രം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ദേവിയെ ചക്രരാജരഥാരൂഢ, അമ്മയെ വിളിക്കുന്ന പേരാണ് ചക്രരാജരഥാരൂഢ. ആ ചക്രരാജമാകുന്ന രഥത്തിലിരിക്കണവള്, അത് പ്രപഞ്ചരഥമാണ്, പ്രപഞ്ചമാകുന്ന രഥത്തിലിരിക്കണവള്. അതുകൊണ്ടാണ് രണ്ടാമത്തെ നാമം ശ്രീമാത എന്ന് കഴിഞ്ഞാൽ പിന്നെ എന്താ? ശ്രീ മഹാരാജ്ഞി. എന്താ വിളിക്കുക? ശ്രീ മഹാരാജ്ഞി. ഈ പ്രപഞ്ചത്തിന്റെ രാജ്ഞിയായിട്ട് ഇരുന്നരുളുന്നവളെ എന്താ വിളിക്കുന്നത്? ഈ പ്രപഞ്ചത്തിന്റെ രാജ്ഞിയായിട്ട് ഇരുന്നരുളുന്നവളെ ശ്രീ മഹാരാജ്ഞി. ഇങ്ങനെ ഇതള് വിരിക്കുകയാണ്. ഒരു പത്മം ഇതള് വിരിക്കുന്നത് പോലെ ഇതള് വിരിക്കുകയാണ് സുബ്രഹ്മണ്യ സ്വാമി. അദ്ദേഹം പറയുകയാണ് വാമദേവനോട്, അല്ലയോ വാമദേവ, ഈ കാര്യം പണ്ട് ശ്രീപരമേശ്വരൻ പത്നിയായിട്ടുള്ള പാർവതി ദേവിക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയാണ് തുടങ്ങുന്നത്. ഞാൻ ആ സമയത്ത് ഉണ്ണിയായിരിക്കുന്ന സമയത്ത് അമ്മയുടെ മടിയിലിരുന്ന് സ്തന്യപാനം ചെയ്യാം. അപ്പോഴും ഭഗവാൻ മാതാവിന് ഈ കാര്യം പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ആ അമൃതത്തെ ഞാൻ നുകരും, ആ അമൃതത്തെ നുകർന്നുകൊണ്ടാണ് ഞാൻ കിടക്കുന്നത്. അപ്പോൾ ഈ പരമമായിട്ടുള്ള അറിവാകുന്ന അമൃതത്തെ നുകർന്നുകൊണ്ട് കിടക്കണം. സുബ്രഹ്മണ്യ സ്വാമി എന്ന് പറഞ്ഞാൽ തന്നെ ശിവശക്തി സ്വരൂപമാണ്. ആ രൂപം ശിവനാണ്. ആ ശ്രീപരമേശ്വരന്റെ ആജ്ഞയെന്ന് പുറത്തു വന്നിട്ടുള്ള അഗ്നിയാണ് ആരും? സുബ്രഹ്മണ്യ സ്വാമി. ഭഗവാന്റെ ആജ്ഞയെന്ന് പുറത്തു വന്നിട്ടുള്ള അഗ്നി. മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ. ഈ 6 ചക്രങ്ങൾ ഭഗവാൻ തൻ്റെ കുണ്ഡലിനിയെ മൂലാധാരത്തിൽ നിന്ന് ഉയർത്തി സ്വാധിഷ്ഠാനത്തിലെത്തിച്ച് അവിടുന്ന് മണിപൂരകം, അവിടുന്ന് അനാഹതം, അവിടുന്ന് വിശുദ്ധി, അവിടുന്ന് ആജ്ഞ. അങ്ങനെ ആജ്ഞയിലെത്തിച്ച് തൻ്റെ സ്വരൂപത്തെ മുഴുവൻ ലോകത്തിന് കൊടുത്തവളാണ് ആര്? സുബ്രഹ്മണ്യൻ. അഗ്നിസ്വരൂപാണ് എന്ന് പറയും. ആ അഗ്നിസ്വരൂപത്തിന്റെ കയ്യിലുള്ള വേലാണെന്ത്? ശക്തി. വേലിനൊരു പേര് കൂടിയുണ്ട്, ശക്തി. അതുകൊണ്ട് ഭഗവാനെ ശക്തിധരൻ എന്ന് വിളിക്കും. കുണ്ഡലിനിയുടെ ആകൃതിയാണ്, കുണ്ഡലിനി ശക്തിയാണ്. ഈ ശിവശക്തി സ്വരൂപങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ സംയോഗമാണ് പ്രപഞ്ചം. പ്രപഞ്ചത്തിൽ എല്ലായിടത്തും നമുക്ക് കാണാം ഈ ശിവനെയും ശക്തിയെയും. അതിനെ നമുക്ക് വേർപെടുത്താൻ പറ്റില്ല. ഇതാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. ആ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മൾ പഠിക്കുന്നത് ആ ശിവനെയും ശക്തിയെയും നമുക്ക് 2 ധ്രുവങ്ങളിലാക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മൾ ഇന്ന് ചെയ്യുന്ന ഏറ്റവും വലിയ അപരാധം അതാണ്. ദേവിയെ വേർപെടുത്തും, ശ്രീപരമേശ്വരനെ വേർപെടുത്തും, നാരായണനെ വേർപെടുത്തും. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ യുദ്ധം ചെയ്യും. ആരാ ശ്രേഷ്ഠൻ? ഇതാ ചോദ്യം. നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ചോദ്യം ഇതാണ്. നമ്മൾ കുറേ സഹസ്രനാമം ചൊല്ലും, കുറേ അഷ്ടോത്തരം ചൊല്ലും, കുറേ ഉപാസന നടത്തും. എന്നിട്ട് അവസാനം എന്താ ചോദിക്കുക? ആരാ ശ്രേഷ്ഠൻ? നാരായണനാണോ, ദേവിയാണോ, ശ്രീപരമേശ്വരനാണോ? എന്താ ചോദ്യം. ഇതിനെ വേർപെടുത്താനാവില്ല എന്നുള്ള ഉത്തരത്തിലേക്ക് എത്തുന്നിടത്താണ് ഭക്തി തുടങ്ങുന്നത്. ഇതിനെ വേർപെടുത്താനാവില്ല. ശിവന്റെ ശക്തിയെ നമുക്ക് എന്ത് ചെയ്യാനാവില്ല? ശിവനിൽ നിന്ന് വേർപെടുത്താനാവില്ല. അതുകൊണ്ടാണ് പ്രത്യഭിജ്ഞാന ഹൃദയത്തിൽ ദേവിയെ പറ്റി വിളിക്കുന്നത് തന്നെ ശിവഭട്ടാരകാഭിന്ന. എന്താ വിളിക്കുക? ശിവഭട്ടാരകനിൽ നിന്ന് അഭിന്നയായിട്ടുള്ള ദേവി. ആ ശ്രീപരമേശ്വരിൽ നിന്ന് അഭിന്നയാണ് ദേവി. ആ ശക്തിയുടെ പുരുഷാകാരാണ് നാരായണൻ. ആ ശക്തിയുടെ പുരുഷരൂപമാണ് നാരായണൻ. അതുകൊണ്ടാണ് സഹസ്രനാമത്തിൽ അമ്മ ഒരു പേര് നമ്മൾ വിളിക്കുന്നത്. എന്താ പേര്? പത്മനാഭ സഹോദരി. എന്താ വിളിച്ചത്? പത്മനാഭ സഹോദരി. കുറച്ചുകൂടി വിസ്തരിച്ച് കാണണമെങ്കിൽ നമ്മൾ എവിടത്തേക്ക് നോക്കിയാൽ മതി? ലളിതോപാഖ്യാനത്തിൽ
ഗരുഡോപാഖ്യാനത്തിൽ ദേവിയുടെ വിവാഹം കാമേശ്വരനായിട്ട് നടത്തുന്ന സമയത്ത് ബ്രഹ്മദേവൻ നാരായണനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. അല്ലയോ നാരായണ, അങ്ങയുടെ തന്നെ സ്വരൂപത്തോടു കൂടിയവളാണ് ഈ ദേവി, അങ്ങയുടെ തന്നെ സ്ത്രീ രൂപം, അല്ലെങ്കിൽ തിരിച്ചു പറഞ്ഞാൽ ആ ദേവിയുടെ പുരുഷരൂപമാണെന്ന്. അതുകൊണ്ട് ഇവൾ അങ്ങേക്ക് സഹോദരിയാണ്, കൈ പിടിച്ചു കൊടുക്കേണ്ടതാണ്. ആലോചിച്ച് നോക്ക്, ശക്തിയുടെ പുരുഷരൂപമാണ് നാരായണൻ. അതിനെ ശിവനിൽ നിന്ന് നമുക്ക് വേർതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് മൂലഭാരതത്തിൽ പാശുപതം തരാൻ വേണ്ടി വന്നിട്ടുള്ള ആ കിരാത വപുസിനെ നോക്കിയിട്ട് അർജുനൻ പറയുന്നൊരു വാചകമുണ്ട്. നാരായണ രൂപത്തിലുള്ള ആ ശിവന നമസ്കാരം, ശിവരൂപത്തിലുള്ള നാരായണ നമസ്കാരം. ആ കിരാത രൂപത്തിൽ വന്നിട്ടുള്ള ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട വാചകം അതായിരിക്കും. അർജുനൻ പറഞ്ഞതിൽ വെച്ച് ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട വാചകം അതായിരിക്കും. എന്താ പറയാ? നാരായണ രൂപത്തിലുള്ള ശിവന നമസ്കാരം, ആ ശിവരൂപത്തിലുള്ള നാരായണ നമസ്കാരം. ശിവായ വിഷ്ണുരൂപായ വിഷ്ണവേ ശിവരൂപിണേ, രണ്ടും ഒന്നാണ്. നമ്മളാണ് എന്ത് ചെയ്യുക? രണ്ടു പേരും രണ്ട് തലക്കാക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിക്കും. ഭഗവാന്റെ പേരിലാണ് ഇപ്പൊ പോരടിക്കുക നമ്മൾ. ഇന്നും ഇന്നലെയും തുടങ്ങിയിട്ടുള്ള കാര്യമല്ല. ഏറ്റവും വലിയ അപരാധം ആ ശിവശക്തി സ്വരൂപനായിട്ടുള്ള സുബ്രഹ്മണ്യ സ്വാമി. ഇത് പറയുമ്പോൾ ശ്രദ്ധിക്കുക, ആ രൂപം ശിവൻ മാത്രമാണ്. ശിവന്റെ ആജ്ഞയെന്ന് പുറത്തു വന്നിട്ടുള്ള അഗ്നിയാണ്. കയ്യിലുള്ള വേല് അത് ശക്തി. അതുകൊണ്ടാണ് ശക്തി എന്ന് കൂടി പറയും വേലിനെ. ശക്തിധരൻ, ഭഗവാന്റെ പേര് ശക്തിധരൻ. കുണ്ഡലിനിയുടെ രൂപമാണത്. അങ്ങോട്ടേക്ക് പോകുന്നില്ല, അത് വേറൊരു വിഷയമാണ്, അങ്ങോട്ടേക്ക് ചർച്ച ചെയ്യുന്നില്ല. ആ ഭഗവാൻ വാമദേവനോടായിട്ട് പറഞ്ഞു, വാമദേവ, ആ കേട്ട കാര്യങ്ങൾ ഞാൻ നിനക്ക് പറഞ്ഞു തരാം. അപ്പോൾ ദേവിയുടെ മടിയിലിരുന്നു കൊണ്ട് ശ്രീ പരമേശ്വരൻ പറയുന്ന കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്, അത് ഞാൻ നിനക്ക് അതേപോലെ പറഞ്ഞു തരാം. എന്നിട്ട് പറഞ്ഞു കൊടുക്കും. എന്താ പറഞ്ഞു കൊടുക്കുന്നത്? ഈ പ്രപഞ്ചത്തിൽ രണ്ടും കാണും. ആ ശിവനെയും ശക്തിയെയും കാണും. രണ്ടും ചേർന്നതാണ് പ്രപഞ്ചം. ഒരാൾ മാത്രമായിട്ടല്ല, രണ്ടും ചേർന്നതാണ്. അദ്ദേഹം അതിന്